മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എക്സാം SSLC എക്സാം ഹിന്ദി ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. क्वेश्चन നോക്കാം खिड़की लघु कथा का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. अच्छा 5 पीस लूँ तो कितने के दोगी? 200 रुपये पर पीस ले लेना दीदी. ना 100 रुपये पर पीस. दीदी 100 तो बहुत कम है. कहते हुए उसका गला रूंध गया और उसकी कजरारी आंखें भर आई. क्वेश्चन നോക്കാം യുവതി ട്രെയിൻ മേ ക്യാ ബേജ് രഹി തി. യുവതി ട്രെയിനിൽ എന്താണ് വിൽപ്പന നടത്തിയത് എന്നാണ് ചോദ്യം. ഷാളാണ് അല്ലേ, ഷാളാണ് യുവതി വിൽപ്പന നടത്തിയത്. അടുത്തത് യുവതിക്ക് ആംഗേ ക്യോം ബർ ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്തുകൊണ്ട്? जब ग्राहक ने कपड़े के 5 पीस के लिए केवल 100 रुपये देने को कहा तो युवती को बहुत कम दाम मिलने के कारण दुख हुआ. എന്താണ് കണ്ണ് നിറയാണ്ടായ കാരണം? എപ്പോഴാണോ ഗ്രാഹക് കപ്പടെ ആ വസ്ത്രത്തിന് 5 പീസ് കെലിയെ കേവൽ 100 രൂപയിലെ 5 പീസ് വാങ്ങുകയാണെങ്കിലും 100 രൂപയെ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യുവതിക്കോ ബഹുത്ത് കം ദാം മിൽനേക്ക് കാരണം, യുവതിക്ക് വളരെ കുറഞ്ഞ വില ലഭിക്കുന്ന കാരണത്താലാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പാരഗ്രാഫിൽ യുവതിക്ക് ആംഗേ ക്യോം ബർ ആയി എന്നതിൽ ഇവിടെ തന്നിരിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയത് എന്നെ ഇഷാര കിയാ ദോസ്കെ ആംഗേ മേ ചുപ് രഹേ സച്ചാ പീസ് ലോ തോ 200 रुपया 200 रुपये പീസ് ലേലാന 100 रुपये per പീസ് ദീദി 100 रुपया കം ഹേ. അപ്പം എന്താ, നിങ്ങൾക്ക് അങ്ങനെ ആൻസർ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുമോ? 100 तो बहुत कम അല്ലേ, 100 രൂപയ ബഹുത്ത് കം ദ, 100 രൂപ വളരെ കുറവായിരുന്നു. ഇസ്ലിയെ യുവതിക്ക് ആങ്കോം ബറായി, കാരണത്താൽ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലഘുകഥാക്കെ ഇസ് പ്രസംഗക്കെ ആധാർ പർ പടുക്കഥാക്ക ഏക ദൃശ്യം. ലഘുകഥയുടെ ഈ പ്രസംഗിനെ അടിസ്ഥാനമാക്കിയിട്ട് പടുക്കഥയുടെ ദൃശ്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പടുക്കഥയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പടുക്കഥയുടെ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ 2 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫോർമാറ്റ് മാത്രം അങ്ങനെ എഴുതി വെക്കാനല്ല പറഞ്ഞത്, ആ നിങ്ങൾ എഴുതുന്നതിൽ അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുമല്ലോ, അതാണ് പറഞ്ഞത് കേട്ടോ. ഈ പ്രസംഗി ആധാർ പർ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞു പിന്നെ നമ്മൾ എഴുതേണ്ട എന്താണ്? സംവാദമാണ്. സംവാദം കുറേയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, ഇതിൽ നിന്ന് തന്നെ കിട്ടും സംവാദം. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനനുസരിച്ചിട്ട് പടുക്കഥ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹായ്ക്കൂക്ക് ഏ പങ്ക്തിയാം പടയും. 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഈ ഹായ്ക്കു വായിച്ചിട്ട് എഴുതേണ്ടത്. പിതാനെ ടൂണ്ടി ലാഠിയാം ബുഡാപ്പയ്ക്ക് ദീഖ്തി നഹീ. ബുഡാപ്പ കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുഡാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധാവസ്ഥയാണ് അല്ലേ, വൃദ്ധാവസ്ഥയാണ് ബുഡാപ്പ. അടുത്തത് ഇസ് ഹായ്ക്കൂക്ക സന്ദേശ് ക്യാ ഹേ എന്നാണ്. ഈ തന്നിരിക്കുന്ന വരികളുടെ സന്ദേശം എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളടുത്ത് അത് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹായ്ക്കു 2 മാർക്കിനാണ് ചോദിക്കുന്നത്. സന്ദേശം എഴുതാൻ വേണ്ടി മാത്രം 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഹായ്ക്കു 4 മാർക്കിന് ചോദിക്കുന്ന കവിതയുടെ ആശയം വേറെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതുപോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. 5-മത്തെ बुढ़ापे में माता पिता चाहते हैं कि उनके बच्चे उनके साथ रहीം और उनका सहारा बने. വൃദ്ധാവസ്ഥയിലിരിക്കുന്ന മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അവരുടെ കുട്ടികൾ അവരോടൊപ്പം താമസിക്കണമെന്നും അവർക്ക് ആശ്രയമാകണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. മഗർ വേ വ്യസ്തയെ, പക്ഷെ അവരെന്താണ്? അവർ തിരക്കിലാണ്, അവർക്ക് എപ്പോഴും തിരക്കാണ്. അവർ ഉനക്കെ പാസ് നെഹി, അവരാണെങ്കിൽ ഈ മാതാപിതാക്കളുടെ അടുത്തില്ലതാനും. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇതേ ഒരു മീനിങ് വരുന്ന രീതിക്ക് നിങ്ങൾക്ക് എഴുതാം, ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഇതേ ഒരു മീനിങ് വരുന്ന രീതിക്ക് എഴുതിയാലും നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് നോക്കാം. റെയിൻ ബസേരമേ എന്ന യാത്രാവൃത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഹമാരി ആർ മുടുക്കർ ചോട്ടു സേ ബോല. वाट इज यूर नेम? छोटू ने सहमते हुए कहा मुझे अंग्रेजी नहीं आती.
എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു ഹമാരി ഓർ മുഡ്കർ ചോട്ടു സെ അല്ല എൻ്റെ നേരെ തിരിഞ്ഞു വന്നിട്ട് ചോട്ടുവിനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. ഹമാരെ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് ഹമാരെ ഓർ മുഡ്ക ഞങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് ചോദിച്ചു എന്താണ് പേര് എന്ന്. ചോട്ടു സഹമത്തെ ഹുയ്യ കഹാ മുझे അംഗ്രേസി എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് ചോട്ടു പറഞ്ഞത്. മുझसे പൂച്ചാ തും ക്യാ കർത്തെ ഹോ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. മേനെ കഹാ മേം ശിക്ഷകത ബച്ചോങ്കോ പഠാത്താത ഞാൻ പറഞ്ഞു ഞാൻ അധ്യാപകനായിരുന്നു, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി എന്ന് പറഞ്ഞു. മേരി ആവാസ് തിർദി ലേക്കിൻ അന്തർ ഹി അന്തർ ഡരാ ഹുവ എൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. ബഹു ചുപ് രഹാ മാനോ കഹീം ഗോ ഗയാ ഹോ മാനോ കുച്ച് യാദ് കരാ ഹോ അയാൾ മിണ്ടാതെന്ന് എന്തോ ഓർക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ അദ്ദേഹം കുറച്ച് സമയം മിണ്ടാതെ നിന്നു. ലേഖക്കെ ഡർക്കെ കാരൺ ക്യാ 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 കാരണം ലേഖകന്റെ ഭയത്തിന്റെ കാരണം ക്യാ ക്യാ കാരൺ ഹേ എന്തൊക്കെയാണ് ലേഖകന്റെ ഭയത്തിനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. വഹിയക്ക് പാഗൽദ ആ വ്യക്തി ഉണ്ടല്ലോ അയാൾ ആരായിരുന്നു? ഭ്രാന്തനായിരുന്നു. വഹിയക്ക് പാഗൽദ ഉസ് ആത്മീക്ക് ബാത്തേം ഓർ വ്യവഹാർ ആ മനുഷ്യന്റെ സംസാരവും അതുപോലെ തന്നെ വ്യവഹാർ സ്വഭാവവും പെരുമാറ്റം അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും സാമാന്യ നഹി ലഹരേതെ ഒരു സാധാരണമായിട്ട് തോന്നിയിരുന്നില്ല. ആ വ്യക്തിയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ സംസാരമൊന്നും ഒരു സാധാരണമായിട്ട് അവർക്ക് തോന്നിയില്ല. ജിസ്സേ ലേഖകോ ഡർ ലഗ കാരണത്താലാണ് ലേഖകന് ഭയമുണ്ടാവാൻ തുടങ്ങിയത്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഇസ് പ്രസംഗ് കെ ആധാർ പർ ലേഖക ഓർ പാഗൽ ആദ്മി കെ ബീച്ച് കി സംഭാവിത ബാത്ചീത് ലിഖിയെ ഇത് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയത് ചെയ്തതാണ് അല്ലേ. പാഗൽ ആദ്മി ലേഖകൻ തമ്മിലുള്ള ബാത്ചീത്ത് അതല്ലെങ്കിൽ എന്ത് എഴുതണം നമ്മൾ ചോട്ടും ലേഖകൻ തമ്മിലുള്ള ബാത്ചീത്ത് ഇതും നമ്മൾ എഴുതിയത് തന്നെയാണ് ചോട്ടും ലേഖകൻ തമ്മിലുള്ള ബാത്ചീത്ത്. അപ്പം നിങ്ങൾ ഈ ഒരു സംഭാഷണം എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. मेरी दुनिया के तमाम बच्चे कविता की ये पंक्तियां पढ़ें और 8 से 10 तक के प्रश्नों के उत्तर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിതയിലെ വരികൾ വായിച്ചിട്ട് 8, 9, 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे, उन्हें गिलहरियां पसंद है, वो उनके साथ ही बड़ा होने चाहेंगे. നീച്ചെ ദിയെ പ്രസ്താവ് പഠയും ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബच्चे अपने आसपास के सभी पेड़ काटना चाहते हैं കുട്ടികൾ മരം മുറിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. തെറ്റാണ്. ബच्चे ഗിൽഹരിയോं को बहुत चाहते हैं കുട്ടികൾ ഗിൽഹരികളെ വളരെയധികം ഇഷ്ടമാണ് അവർക്ക്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഗിൽഹരികളെയൊക്കെ. ബच्चे अपने सहजीवियों के साथ बड़ा होना चाहते हैं കുട്ടികൾ തങ്ങളുടെ സഹജീവികളോടൊപ്പം വളർന്നു വലുതാവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയണത് അല്ലേ. ബच्चे हमेशा अपने घरों के अंदर ही रहना चाहते हैं കുട്ടികൾ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തെറ്റാണ് അല്ലേ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളത് ഏതാണ് വരുന്നത്? 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഈ 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഘായാണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. ഗായാണ് 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സമാന ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന ആശയത്തിലുള്ള ഇവിടെ തന്നിരിക്കുന്ന വരിയുടെ ഇവിടെ തന്നിരിക്കുന്ന ആശയത്തിൻ്റെ വരികൾ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ആശയത്തിൻ്റെ വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ദുനിയാ കെ തമാം ബच्चे एक दिन तुम्हारा നിയന്ത്രൺ തോടുക്കർ ബാഹർ നികലേങ്കെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും ഒരു ദിവസം നിങ്ങളുടെ നിയന്ത്രണം വിട്ടിട്ട് പുറത്തേക്ക് വരും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന കുട്ടികൾ ഒരു ദിവസം നിങ്ങളുടെ നിയന്ത്രണമൊക്കെ ലംഘിച്ച് പുറത്തു വരും എന്നർത്ഥമാക്കുന്ന വരികൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे അല്ലേ. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे ഫസ്റ്റ് 2 വരിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കവിതയുടെ ആശയം തന്നെയായിരിക്കും ചോദിക്കുക അല്ലേ. ഏക് ദിനം എന്താണ് പറയുന്നത്, മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിതയുടെ ഫൂൽ എന്ന കവിതയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് ആകെ ഒരേ ഒരു കവിത മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, മേരി ദുനിയ കെ തമാം ബച്ചെ. അപ്പോൾ അതിൻ്റെ ആശയം നിങ്ങൾ സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം വരുന്നത് रेन बसेरे में यात्रावृत्ति निन्नाണ്. रात को एक पागल ने हमें बहुत परेशान किया. घंटे 1.5 घंटे तक हमें डराता धमकाता रहा. वह हमें पीट भी सकता था. वे मेरे पिता है. पागल आदमी का पागलपन का दौरा पड़ता है, तभी ऐसी हरकतें करते हैं. कोष्टक से शब्दों की मदद से वाक्य विस्तार करें. വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് വാക്യ വിസ്താർ അല്ലേ. ഗുരു കാ പാഗൽ ബഡ, ഇതാണ് നമുക്കതിന് വേണ്ടി സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ശബ്ദം തന്നിരിക്കുന്നത്. ആത്മീനെ സമ്മാൻ കിയ, ഫസ്റ്റ് സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തത് ആത്മീനെ സമ്മാൻ കിയ, പാഗൽ ആത്മീനെ സമ്മാൻ കിയ അല്ലെ. എങ്ങനെയുള്ള ആത്മീയാണ്? പാഗൽ ആത്മീനെ സമ്മാൻ കിയ. പാഗൽ ആത്മീനെ ഗുരു കാ സമ്മാൻ കിയ. പാഗൽ ആത്മീനെ ഗുരു കാ ബഡ സമ്മാൻ കിയ. നമുക്ക് ആൻസർ എഴുതിയത് നോക്കാം. आदमी ने सम्मान किया, पागल आदमी ने सम्मान किया. कണ്ട, पागल आदमी ने सम्मान किया, पागल आदमी ने गुरु का सम्मान किया, पागल आदमी ने गुरु का बड़ा सम्मान किया. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ 2026 സെപ്റ്റംബർ 5 ശിക്ഷക ദിവസ് സമാരോഹ് മനാനെ ജാ രഹാ ഹൈ. ഇസ്കെ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പോസ്റ്ററാണ്. നിങ്ങളുടെ സ്കൂളിലുള്ള സമാരോഹമാണ് പറഞ്ഞതില്ലേ, അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ എന്തൊക്കെ വെക്കണം? ഡേറ്റ് ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഡേറ്റ് വേണം, സബ്കാ സ്വാഗതമൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന പോസ്റ്ററാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആ പോസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സിതംബർ ശിക്ഷക ദിവസ് സമാരോഹ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി നമുക്ക് സ്ഥാൻ, ശീർഷക് അതൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾ ആ പോസ്റ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി വൈറ്റ് കേപ്പ് എന്ന കഹാനിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആഖിർ കുച്ച് ദിനോം അകുലാത്തെ പടേ രഹനെ കെ ബാദ് കേശവ് ഉസ് डेरे से बाहर निकला. आसपास की दूसरी कॉलोनियों के उसने चक्कर लगाए. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया. वह दूर एक नीम के पेड़ के नीचे छाया में बैठ गया. बाकी लड़के निश्चिंत होकर क्रिकेट खेलते रहे. ചോദ്യം നോക്കാം. नीम के पेड़ के नीचे बैठकर केशव ने क्या क्या सोचा होगा. ആ വേപ്പ് മരത്തിന്റെ താഴെ ഇരുന്നിട്ട് കേശവ് എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമുക്ക് സങ്കല്പിച്ചാണ് എഴുതേണ്ടത് അല്ലേ. അഗർ വേ മുझे भी टीम में शामिल कर लेते तो मैं भी उनके साथ खेल पाता. എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത്? അഗർ വേ മുझे भी, ഒരു പക്ഷേ അവർ, മുझे भी എന്നെ കൂടെ, ടീമുമേ ഷാമിൽ കർ ലേത്തെ തോ ആ ടീമിൽ പങ്കെടുപ്പിച്ചിരുന്നു എങ്കിൽ, ആ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ, ചേർത്തിരുന്നു എങ്കിൽ, മേം ബി ഉൻകെ സാത്ത് ഖേൽ പാത്ത, എനിക്കും അവരോടൊപ്പം കളിക്കാമായിരുന്നു എന്നാണ് ആ കുട്ടി അവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് അല്ലേ. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. ഇസ് പ്രസംഗക്കെ ആധാർ പർ കേശവയ്ക്ക് ഡയറി കൽപ്പന കർക്കെ ലിഖേം. കേശവിന്റെ ഡയറി എഴുതാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് എഴുതുക. തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ യോജിക്കുന്ന രീതിയിൽ ഡയറി എഴുതുക. ഇനി ഈസ് പ്രസംഗ കാ വർണ്ണൻ കർത്തെ ഹുയെ ദാദാജി കെ നാം കേശവ് കാ പത്രാണ്. നിങ്ങൾക്ക് ഡയറിയോ അല്ലെങ്കിൽ കത്തോ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് എഴുതാം. കത്തിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കത്ത് എഴുതിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ട് നോക്കി അതിനനുസരിച്ച് നിങ്ങളതിൻ്റെ മാറ്ററും കൂടെ എഴുതി കഴിഞ്ഞാൽ കത്ത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി നീച്ചെ ദിയ ഗണ്ട് പടയും, താഴെ തന്നിരിക്കുന്ന ഗണ്ട് വായിച്ചിട്ട് 15, 16, 17 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്.
കാശ്മീർ ധർത്തി കാ സ്വർഗ് കഹാ ജാത്ത ഹൈ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പുറത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനാണ് അവിടെ വന്നിരിക്കുന്നത്. കാശ്മീർ ധർത്തി കാ സ്വർഗ് കഹാ ജാത്ത ഹൈ, യഹാ കെ ബർഫ് വാലെ ഊഞ്ചെ പഹാഡ് बहुत सुंदर है. श्री श्रीनगर की डाल झील और उसमें चलने वाली नावें बहुत मनमोहक है. यहाँ के हरे मैदान और पेड़ कश्मीर को और भी सुंदर बनाते हैं. कश्मीर के सेब दुनिया भर में मशहूर है. ഇസ് ഖണ്ഡ് ഉചിത ശീർഷകതയും എന്നാണ് പറഞ്ഞത്. ഇതിന് ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം, ഒരു ഹെഡിങ് കൊടുക്കണം. നിങ്ങൾ ഒരു ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ നിങ്ങൾ ഏകദേശം യോജിക്കുന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുത്താൽ നിങ്ങൾക്ക് 1 മാർക്ക് നിർബന്ധമായിട്ടും ലഭിക്കും. നിങ്ങൾ ഏകദേശം കറക്റ്റായിട്ട് ടൈറ്റിൽ എഴുതിയാൽ മതി, എങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ഒരിക്കലും ശീർഷക് എന്നത് നിങ്ങൾ ഒഴിവാക്കി വിടരുത്. നിങ്ങൾ ഏകദേശം ഒരു റെഡിയാവുന്ന രീതിക്ക് ശീർഷകം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കും. കാശ്മീർ की धरती എന്ന് വേണമെങ്കിൽ എഴുതാം. धरती स्वर्ग कहा जाता है, यहाँ के बर्फ वाले ऊंचे पहाड़ बहुत ऊंचे पहाड़ കാശ്മീർ എന്നൊക്കെ നിങ്ങൾക്ക് അതിന് ടൈറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ടൈറ്റിൽ നമുക്ക് നോക്കാം. ധർത്തി കാ സ്വർഗ് എന്നാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ധർത്തി കാ സ്വർഗ് അല്ലേ, ഇവിടെ തന്നെ ഉണ്ട് അത്, ധർത്തി കാ സ്വർഗ്. ഇനി കാശ്മീർ ധർത്തി കാ സ്വർഗ് അങ്ങനെ എഴുതിയാലും മതി. എങ്ങനെയായാലും എന്താണ് നിങ്ങൾക്ക് അതിന് മാർക്ക് ലഭിക്കും. ഉസ്മേം എന്നതിൽ നിഹിത് സർവനാമാണ് ചോദിച്ചത്. ഉസ്മേം എന്നതിൽ സർവനാം ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോർമാറ്റും അതുപോലെ തന്നെ ഇതും ഈ സർവനാം പ്രത്യയം വരുന്നതായിട്ടുള്ളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് അല്ലേ, ഉസ് എന്ന് വരുന്നത് എന്താണ്, ഉസ് എപ്പോഴും വഹാണ് വരുന്നത് അല്ലേ, വഹ്. അപ്പോൾ സർവനാം ഇവിടെ ചോദിച്ചു, സർവനാം വഹല്ലേ, വഹല്ലേ സർവനാം, വഹ്. പിന്നെ അതിൻ്റെ കൂടെ പ്ലസിന് ശേഷം വരുന്നത് എന്താണ്, വിഭക്തി പ്രത്യയമാണ് അല്ലേ. അപ്പോൾ വഹ് പ്ലസ് മേം ആണെന്ത്, ഉസ്മേം. വഹ് പ്ലസ് മേം ആണ് ഉസ്മേം. അപ്പം നമ്മളുടെ ഇവിടുത്തെ സർവനാമം എന്താണ്, വഹാണ് അല്ലേ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, അവിടുത്തെ സർവനാമം എന്താണ്, വഹാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ തന്നെ അതിൽ തന്നെ 16-ൽ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇസ് വാക്യസെ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖിയേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ബോക്സിലുള്ള ഈ സെന്റൻസ് വായിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിശേഷണ ശബ്ദം എഴുതേണ്ടത്. ഇതിലെവിടെയോ ഒരു വിശേഷണ ശബ്ദമുണ്ട്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. കാശ്മീർ മേം ഊഞ്ചേ പഹാഡ് ഹെ, കാശ്മീരിൽ ഉയർന്ന പർവ്വതങ്ങളുണ്ട്. അപ്പോൾ പർവ്വതത്തിനെ എങ്ങനെയാണ് ഊഞ്ചേ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ ആൻസറായിട്ട് വരുന്നത് എന്താണ്, ഊഞ്ചയാണ്. ഊഞ്ചേ കണ്ടോ, ഊഞ്ചയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് കാശ്മീർ കലിയെ ബഹുത്ത് പ്രസിദ്ധ ഹേ, എന്താണ് കാശ്മീർ, സേബ് ആണ് അല്ലേ. കാശ്മീർ കിസ്കെ ലിയെ ബഹുത്ത് പ്രസിദ്ധ, എന്തിനാണ് വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞത്, സേബ് കെ ലിയെ. നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട്, കാശ്മീർ का स्वर्ग यहाँ बर्फ वाले ऊंचे पहाड़ सुंदर चीज में नावे यहाँ पेड़ काश्मीर और सुंदर बनाता है काश्मीर सेब അല്ലേ. സേബ് ദുനിയാ ഭർ മേ മഷ്ഹൂർ ഹേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, കാശ്മീർ കിസ്കെ ലിയെ ബഹുത്ത് പ്രസിദ്ധ ഹേ, മഷ്ഹൂർ പറഞ്ഞാൽ എന്താണ്, പ്രസിദ്ധാണ്. അപ്പോൾ എന്തിനാണ് വളരെയധികം പ്രസിദ്ധം എന്ന് പറഞ്ഞത്, സേബ് കെ ലിയെ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്, സേബ് കെ ലിയെ എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എല്ലാവരും ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടാവും, ഫുൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിലിപ്പം കാണിച്ചത്. മറ്റേ എസ്സേകളൊക്കെ നിങ്ങൾക്കറിയാം, അത് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും വെച്ചിട്ട് ഓരോ കുട്ടികളും അവരവരുടേതായിട്ടുള്ള ആ സ്വന്തമായിട്ട് എഴുതുന്നതൊക്കെ സ്വന്തമായിട്ട് അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു ആലോചിച്ചിട്ട് കിട്ടുന്ന സെൻറ്റൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ ഒന്നും ഇവിടെ ഉൾപ്പെടുത്താതിരുന്നത്. ഏകദേശം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.